നമസ്കാരം, കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. എന്റെ പേര് മുഹമ്മദ് ആസിഫ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസെന്റ് ആയിട്ട് 2025 അവസാനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന റീസെന്റ് ആയിട്ട് വന്ന ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷനെ പറ്റി സംസാരിക്കാനാണ്. നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള സാലറി ഡീറ്റെയിൽസിനെ പറ്റി സംസാരിക്കാനാണ്. നിങ്ങൾക്കറിയാം RRBയുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ 10ാം ക്ലാസ് ലെവൽ 10th ലെവൽ പരീക്ഷയാണ്. 10ാം ക്ലാസ് ലെവൽ പരീക്ഷയാണ് ഇത് ഗ്രൂപ്പ് ഡി എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കേരള PSC, നമ്മുടെ PSC നടത്തുന്ന LDC പോലെ, നമ്മുടെ PSC നടത്തുന്ന LDC പോലെ RRB നടത്തുന്ന ഒരു പരീക്ഷയാണ് ഗ്രൂപ്പ് ഡി. സോ നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസം ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നു. നമുക്ക് ഫെബ്രുവരി 2-ാം തീയതി വരെ അപ്ലൈ ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. തീരെ സമയം കളയരുത്, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. നിങ്ങൾ എല്ലാവരും തമ്മിൽ കണ്ടിട്ടല്ലേ ഈ വീഡിയോ കാണാൻ വന്നിട്ടുള്ള? എന്താണ് സാലറി ഡീറ്റെയിൽസ് അറിയാൻ? ഒരു 10ാം ക്ലാസ് ലെവലിലുള്ള പരീക്ഷ, 10ാം ക്ലാസ് ലെവലിലുള്ള പരീക്ഷയ്ക്ക് 10th ലെവലിലുള്ള പരീക്ഷയ്ക്ക് എത്രയായിരിക്കും സാലറി നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ ഇപ്പൊ ഒന്ന് ആലോചിക്കുക. ഞാൻ ഇതിന്റെ നിജസ്ഥിതി പറഞ്ഞു തരാം. ഇനി നിങ്ങൾക്ക് അറിയാൻ അത്ര താല്പര്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, എന്നാലും ഇവിടെയും ഒരു പോയിന്റ് ഉണ്ട്. എന്നാണ് ഡേറ്റ്സ് എന്നൊക്കെ ഞാൻ ലാസ്റ്റ് ഒന്നുകൂടി ഇത് പറഞ്ഞുതരാം. എന്നാണ് ഡേറ്റ്സ്? നിങ്ങൾക്ക് ഇപ്പൊ അറിയാൻ, നിങ്ങൾ വെമ്പി നിൽക്കുന്ന കാര്യം എത്രത്തോളം സാലറി ഉണ്ടെന്നുള്ളതല്ലേ? നമുക്കത് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോളൂ. പല സിറ്റികളിലായിട്ടാണ് റെയിൽവേ സാലറി കൊടുക്കുന്നത്. RRBയുടെ സാലറി വരുന്നത് സിറ്റി ബേസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ മുംബൈ പോലെ, ഡൽഹി പോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളെ നമ്മൾ X കാറ്റഗറി എന്നും, അതിന് തൊട്ട് താഴെയുള്ള ടയർ 2 സിറ്റീസിനെ Y എന്നും, അതിന് തൊട്ട് താഴെയുള്ള സിറ്റീസിന് നമ്മൾ Z എന്നെല്ലാം കൊടുക്കാം. ട്രിവാൻഡ്രൊക്കെ Z-ലായിരിക്കും വരിക. ഓക്കെ, സോ ആ ലെവലിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഡിയുടെ ബേസിക് പേ എന്ന് പറയുന്ന, കഴിഞ്ഞ സ്ലൈഡിൽ ഉണ്ടായി, ഗ്രൂപ്പ് ഡിയുടെ ബേസിക് പേ എന്ന് പറയുന്നത് 18,000 രൂപയാണ്. 18,000 ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് 10ാം ക്ലാസ് LDC കിട്ടുന്ന ശമ്പളം. പക്ഷേ ഡിയർനെസ് അലവൻസ് 55% ആണ്. ഇൻഫ്ലേഷൻ കൂടുമ്പോൾ, സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ് ഡിയർനെസ് അലവൻസ്. കൂട്ടിവയ്ക്കോളാം, 18,000 കൂടെ 18Kയുടെ കൂടെ അതിന്റെ 55% ഏകദേശം 10,000 കൂടെ കയറി വന്നു. അപ്പൊ തന്നെ 28,000 രൂപയായി. ഒരു 28,000 രൂപയായി എന്തെന്ന് പറയുന്നത്, സാലറി എന്ന് പറയുന്നത്. അപ്പൊ തന്നെ 28,000. ഇനി എത്ര വരുന്നു നോക്കാം. HRA, ഹൗസ് റെസിഡൻസ് അലവൻസ്, ട്രാവൽ അലവൻസ്, ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞ് ഓരോ സിറ്റികളിലും കാണാം 30Kക്ക് മുകളിലാണ് മിനിമം സാലറി. ഇനി ഇത് തള്ളാണോ? ഇത് വെറുതെ ഞാൻ പറയുന്നതാണോ? ഇത് ഉള്ളതാണോ? ഡൗട്ട് വരാം. ഞാൻ തെളിവ് കാണിക്കാം. വെറുതെ നമ്മളൊന്നും പറയില്ല, ലോജിക്കലായിട്ടേ പറയുള്ളൂ. ഇതൊരു ഗ്രൂപ്പ് ഡിക്കാരന്റെ സാലറി സ്ലിപ്പാണ്. ഓക്കെ, ഇതിൽ നോക്കോളാം. നെറ്റ് പേ കിട്ടിയേക്കുന്ന എത്രയാ? നിങ്ങൾക്ക് ഇവിടെ കാണാലോ. നെറ്റ് പേ കിട്ടിയിട്ടുള്ളത് 30,000 രൂപയാണ്. അദ്ദേഹത്തിന്റെ ഗ്രോസ് പേ 34,000 രൂപയാണ്. ഇനി അടുത്ത ആളെ നോക്കിക്കോ. നെറ്റ് പേ എന്ന് പറഞ്ഞാൽ 37,000 രൂപയും ഗ്രോസ് പേ 35,000 രൂപയുമാണ്. കണ്ടോ? സോ നമുക്ക് എന്ത് മനസ്സിലായി? ഏകദേശം 30, മാറ്റട്ടെ, ഏകദേശം 35,000-നും 40,000-നും ഇടയിലാണ് എന്ത്, ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പരീക്ഷ എഴുതി കിട്ടുന്ന കുട്ടികളുടെ ശമ്പളം. നിങ്ങൾ ഇനി എനിക്കൊരു ഉത്തരം കേരള PSC എഴുതുമ്പോൾ ഒരു 10th ലെവൽ പരീക്ഷയ്ക്ക് 30,000 40,000 ശമ്പളം കിട്ടുമോ? ഇനി ഒരു കാര്യം കൂടി ആലോചിക്കുക. 8th പേ കമ്മീഷൻ വരാൻ പോവാ, ശമ്പളം ഇനിയും കൂടും. പക്ഷെ അപ്പൊ DA കുറയും. ശരിയാണ്, DA കുറയും. എന്നാലും കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ ശമ്പളം കൂടിയേ വരുള്ളൂ. ഒന്ന് ആലോചിക്കുക. ഡിഗ്രി ലെവൽ പോസ്റ്റ്, PSCയിൽ ഡിഗ്രി ലെവൽ പോസ്റ്റിനാണ് എത്രയാ? സെക്രട്ടറി ടെസ്റ്റിന്റെ ശമ്പളം എത്രയാ? അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പോസ്റ്റിന്റെ ശമ്പളം എത്രയാ? 35,000 ആണ് ബേസിക് പേ. കയ്യിലെ 40,000-ൽ താഴെ സെക്രട്ടറി ടെസ്റ്റിനായിട്ട് കയറുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ PSC പോസ്റ്റിൽ കയറുന്ന ഒരാൾക്ക് ശമ്പളം കിട്ടുന്നുള്ളൂ. അതേ ശമ്പളം 10th ലെവൽ പോസ്റ്റിൽ കിട്ടുകയാണ്, ഗ്രൂപ്പ് ഡിക്ക് കിട്ടുകയാണ്. അപ്പോ ജോബിൽ മാറ്റമുണ്ട്, ജോബ് റോളിൽ മാറ്റമുണ്ട്, ജോലി കിട്ടുന്ന സ്ഥലത്തിൽ മാറ്റമുണ്ട്. ഇതൊന്നും ഞാൻ മാറ്റിവെച്ചോ മറന്നിട്ടോ അല്ല ഇത് പറയുന്നത്. എന്നാലും ആലോചിക്കാം, നല്ലൊരു പ്രായത്തിൽ പഠിച്ചാൽ കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ് ഗ്രൂപ്പ് ഡി. ഇനി ഗ്രൂപ്പ് ഡിക്ക് ഏതൊക്കെ സ്റ്റേജ് ഉള്ളേ? അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആയില്ലേ? നോക്കുക, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഒരൊറ്റ പരീക്ഷയാ. അപ്പൊ അവിടെ എന്തില്ല, പ്രിലിംസോ അല്ലെങ്കിൽ മെയിൻസോ എന്നെല്ലാം പറയുന്ന കുറെ ആൾക്കാർ ഇവിടെ വരുന്നില്ല. ഒരൊറ്റ പരീക്ഷ, CBT, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം, ഒരൊറ്റ പരീക്ഷയുള്ളൂ. ഓക്കെ, വേറെ എക്സാംസ് ഒന്നുമില്ല. പിന്നെ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ആണുള്ളത്.
പരീക്ഷ നിങ്ങൾ നേടിയെടുക്കുക. ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും വലിയ സംഭവമല്ല. പരീക്ഷ ഒന്ന് എഴുതിയെടുക്കാതെയും. ഓക്കെ, ഇനി ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. എന്തില്ല? ഇംഗ്ലീഷ് ഇല്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതില്ല. അത് SSC-ക്കാരെ കുഴപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ്. PSC-ക്കാരനെ കുഴപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇംഗ്ലീഷ് ഇല്ല. പിന്നെന്താ നിങ്ങൾക്ക് ഉണ്ടാവാ ഡൗട്ട്? മലയാളത്തിൽ എഴുതാം. മോഡ് ഓഫ് എക്സാം മലയാളം കൊടുക്കാം. ഈ 2 ആനുകൂല്യങ്ങളുണ്ട്. അതിന്റെ കൂടെ മാത്സ്, റീസണിങ് വെയിറ്റേജ് കൂടുതലാണ്. അതായത് അതിന്റെ അർത്ഥം എന്താ? മാത്സ്, റീസണിങ്ങിന് 55% വെയിറ്റേജ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? മര്യാദയ്ക്ക് പഠിച്ചാൽ എല്ലാവർക്കും കിട്ടാവുന്നതേ ഉള്ളൂ. നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. മാത്സ് എനിക്ക് അറിയില്ല എന്ന് ആരും പറയരുത്. റീസണിങ് എനിക്ക് അറിയില്ല എന്ന് ആരും പറയരുത്. പ്രാക്ടീസ് ചെയ്താൽ മതി. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഈ 55ൽ നിന്ന് 45 to 50 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റണം. പിന്നെ വരുന്നു ജനറൽ സയൻസ്. 25 മാർക്ക് ജനറൽ സയൻസ്. നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് NCERT ബേസ് ചെയ്താണ് ഈ പാഠങ്ങൾ വരുന്നത്. ഓക്കെ, സോ NCERT ബേസ് ചെയ്ത് ഈ 25ന് ഒരു 20ൽ താഴെ മാർക്കും വാങ്ങിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ സേഫ് സ്കോറിൽ എത്തൂ. എത്രയാ സേഫ് സ്കോർ വരിക? ഒരു 70നും 80നും ഇടയിലാണ് സാധാരണ സേഫ് സ്കോർ വരാറ്. ഈ 70 മാർക്ക് ഇവിടുന്ന് കിട്ടണമെങ്കിൽ ജനറൽ അവയർനെസിന്റെ പുറകെ പോയി കാട് കയറി കടലിളകേണ്ട കാര്യമില്ല. കറണ്ട് അഫയേഴ്സ് ഒരുപാട് ചോദിക്കുക അവിടെ നിന്ന് ഒരു കുറച്ച് മാർക്ക് പ്രതീക്ഷിക്കുക. പക്ഷെ ഈ 55 നമ്മുടെ കയ്യിലിരിക്കേണ്ടത്. ഈ 55% ഒരു ക്വസ്റ്റ്യൻ പോലും തെറ്റാതെ നോക്കുക. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ സയൻസ് നിങ്ങൾക്ക് എല്ലാം ബുദ്ധിമുട്ടുള്ള സാധനമാണ്. സയൻസും ഈ പറയുന്ന മാത്സ്, ഇവ രണ്ടുപേരും ഡീകോഡ് ചെയ്യുക. അവർ രണ്ടുപേരിൽ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. പിന്നെ കിട്ടുന്ന ബോണസ് ആണ് ഈ പറഞ്ഞ ജനറൽ അവയർനെസ്. നിങ്ങൾക്കറിയാം 20% മാത്രമുള്ള ഈ ജനറൽ അവയർനെസിന് വേണ്ടി ഒരുപാട് കാട് കയറാൻ പാടില്ല. സോ പരീക്ഷയെ മനസ്സിലാക്കുക, എന്ത് പഠിക്കണം എന്ന് മനസ്സിലാക്കുക, എത്ര സേഫ് സ്കോർ എന്ന് മനസ്സിലാക്കുക. ഞങ്ങളുടെ കൂടെ കൂടുക. ഞങ്ങളുടെ മെന്റർ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ടാവും എങ്ങനെയാ പഠിക്കേണ്ടത്, എങ്ങനെയാ ക്ലാസ്സുകൾ ഉണ്ടാവുക, എവിടെയാണ് കൂടുതൽ സമയം കൊടുക്കുന്നത്, എല്ലാം മെന്റർ പറഞ്ഞിരുന്നുണ്ടാവും. സോ ഞാൻ മെന്ററുടെ സഹായത്തോട് കൂടിയിട്ട് ഗ്രൂപ്പ് ഡിയെ അപേക്ഷിക്കുക. ഗ്രൂപ്പ് ഡി അപേക്ഷിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. അതെല്ലാം നോക്കിയിട്ട് തന്നെ വേണം ഗ്രൂപ്പ് ഡി അപേക്ഷിക്കാൻ. നിങ്ങൾക്ക് സാലറി മനസ്സിലായി, അതിന്റെ ഗുണങ്ങൾ മനസ്സിലായി, നിങ്ങൾക്ക് ഏകദേശം സിലബസ് മനസ്സിലായി. പഠിക്കാൻ തുടങ്ങണ്ടേ? ആദ്യം അപ്ലൈ ചെയ്യണം. നമുക്ക് ഗ്രൂപ്പ് ഡി പഠിച്ചു തുടങ്ങാം. CCയോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ ഫ്രീ ഗ്രൂപ്പ്സിനെല്ലാം ലിങ്ക്സിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ എല്ലാവരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് ഗ്രൂപ്പ് ഡി പഠിച്ച് കയറാം. ഒരൊറ്റ കൊല്ലം കൊണ്ട്, ഒരൊറ്റ പരീക്ഷ കൊണ്ട് ഈ ഒരു സാലറിയിലേക്ക്, ഈ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന സോഷ്യൽ സെക്യൂരിറ്റിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ. അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് അറിയാം. നമ്മുടെ നമ്പറിലേക്ക് വിളിച്ചു ചോദിക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് എന്താണോ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ട കാര്യങ്ങൾ, അതെല്ലാം വെച്ച് CC നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാവർക്കും എന്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.